ജിസ്മ വിമൽ എന്ന് പറയുന്ന ഒരു അപ്പൊ ഈ ഇടയ്ക്ക് അവരൊരു ഷോർട്ട് മൂവി ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മിസ്ലീഡ് അത് കൊടുത്തെന്താന്ന് വെച്ചാൽ മാറുന്ന കാര്യമല്ല ഇത്. സ്നേഹത്തിന്റെ പേരില് പ്രണയം മാത്രം വെച്ച് ജീവിക്കാൻ പറ്റില്ല. മേഘ, ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെയായിട്ട് കണ്ടുവന്നൊരു ട്രെൻഡാണ് ട്രഡീഷണൽ വൈഫ് ബിസിനസ്. അതായത് അപ്പോൾ ഒരു ഉത്തമ കുലസ്ത്രീ, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, അവരുടെ വീട്ടു ജോലി ചെയ്യുന്നു, ഭർത്താവിനെ സംരക്ഷിക്കുന്നു, കുട്ടികളെ നോക്കുന്നു, അവരുടെ ജീവിതം മൊത്തത്തിൽ ആ ഒരു ചുറ്റളവിൽ വിധിക്കപ്പെട്ടതാന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഭാര്യ. അപ്പോൾ ഇതിനടിയിൽ വേറെ വരുന്ന കുറേ കമൻസ് ഉണ്ട്. ഇതായിരിക്കണം ഭാര്യ, ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് ഉത്തമയായ ഭാര്യ. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനോട് മേഘ യോജിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഭാര്യ എന്നല്ല, ഏതൊരു ടൈറ്റിലാണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കണം അത്, അല്ലെങ്കിൽ ഒരു സാർ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കണം, ഒരു കുട്ടി ഇങ്ങനെ ആയിരിക്കണം, ഒരു ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഒരു ഭാര്യ, കാമുകൻ ഇങ്ങനെ ആയിരിക്കണം ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം റിലേറ്റീവ് ആണ്. ഇപ്പോൾ രഞ്ജിത്ത് വിചാരിക്കുന്ന ഉത്തമയായ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കില്ല ഇപ്പോൾ രോഹിത്തിനുള്ളത്. ഇപ്പോൾ എനിക്കുള്ള എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഇതെല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇങ്ങനെ ആയിരിക്കണം ഭാര്യ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സൊസൈറ്റി ഇൻബിൽഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലുള്ള വീഡിയോസ്, രാവിലെ എണീക്കുന്നു, 4 മണിക്ക് എണീറ്റ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുത്ത് ജോലിക്ക് പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ തന്നെ പകലിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത്, എന്നിട്ട് പറ്റുമെങ്കിൽ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയൊക്കെ നോക്കി, ഇതൊക്കെ ചെയ്യുന്നതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യ ചെയ്യേണ്ടത് എന്ന് സൊസൈറ്റി പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ അത് കാണുമ്പോൾ ഓക്കെ ഇതായിരിക്കണം എന്നുള്ളൊരു തോട്ട് എല്ലാവരും അതിൻ്റെതായ. വേറൊരു പ്രശ്നമില്ലേ, അതായത് ഇതിപ്പോ കാണുന്ന ഈ റീല് കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ശരിക്കും ഇൻഫ്ലുവൻസറുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർക്ക് ഇതുവഴി ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവുന്നുണ്ട്, പെയ്ഡ് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും അവർ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരില്ലേ? ഒരുപാടുണ്ട്. കാരണം ഒരു ചെറിയ ബേസിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഞാൻ മുതൽ ഒരു 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ത്രീ വരെ നമുക്ക് നോക്കാം. ഏത് ടൈറ്റിൽ എടുത്താലും ഏതൊരു അക്കൗണ്ട് എടുത്താലും ഇതല്ല അവരുടെ റിയൽ ലൈഫ്. ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണ്ടിട്ട് പലരും, എൻ്റെ ജൂനിയേഴ്സ്, എനിക്ക് അറിയുന്ന ആൾക്കാർ, മേച്ചേച്ചി എന്ത് ഹാപ്പിയാണ്, മേച്ചേച്ചി എന്ത് അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്, അടിപൊളിയായിട്ടാണല്ലോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്, ഞാൻ തോറ്റുപോകുന്ന സ്പേസസ് ഉണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ കാണുന്നവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ എനിക്ക് ചിലപ്പോൾ ഉണ്ടാകാം. സോഷ്യൽ മീഡിയ അല്ല ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ഒന്നും റിയൽ ലൈഫ് അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൾക്കാർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും നമ്മൾ ചിലർ അങ്ങനെയാണ്, ചിലപ്പോൾ വിഷമം വരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ലൈഫ് ഫുള്ള് വിഷമമാണെന്ന്. പക്ഷെ അവർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഞാനാണെങ്കിൽ സന്തോഷം മാത്രം പങ്കുവയ്ക്കുന്ന ഒരാളാണ്. പക്ഷെ 50% എൻ്റെ ലൈഫ് ചിലപ്പോൾ സങ്കടമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഈ കാണുന്നതല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയുന്നു. സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു, വിഷമമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. ഇതെല്ലാം അവരവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അത് വെച്ച് ഒരാളെ ഇങ്ങനെ വിലയിരുത്തി അങ്ങനെയാണ് അവർ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈ കാണുന്നവരുടെ കണ്ണിലാണ് പ്രശ്നമുള്ളത്. അതിപ്പോ ഈ റീലോട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയണമെങ്കിൽ, ഇപ്പൊ ഇത് കാണുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള ജീവിതം ഭയങ്കര സുന്ദരമാണ്, സുരസുന്ദരമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാള്, അത് അയാളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ രഞ്ജിത്ത് ആദ്യം ചോദിച്ചൊരു കാര്യമല്ലേ, ഇതാണോ ശരിക്കും ഉത്തമ എന്ന് ചിന്തിക്കില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനും രഞ്ജിത്ത് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ഇതല്ല റിയൽ ലൈഫ് എന്ന് നമുക്കറിയാം, പക്ഷെ ഇതാണ് റിയൽ ലൈഫ്. നീ കണ്ടോ, ആ പെങ്കൊച്ച് എന്തോരം ജോലി ചെയ്തിട്ട് അവൾ ഈ കണ്ടന്റും ചെയ്ത് കൊച്ചിനെ നോക്കി ജോലിക്കും പോയിട്ട് ജീവിക്കുന്നില്ലേ, നിനക്കിത് എന്തിന്റെ കേടാന്ന് ഭാര്യമാരോട് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് തിരിച്ചും. അതെ, എനിക്ക് ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി. അതായത് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു വളരെ വലിയൊരു വ്യൂവർഷിപ്പ്, വലിയൊരു മാസ് വ്യൂ ഉള്ള ഒരു ചാനലാണ് ജിസ്മ വിമൽ എന്ന് പറയുന്ന ഒരു ചാനൽ. അപ്പോൾ ഈ ഇടയ്ക്ക് അവരൊരു ഷോർട്ട് മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് മുതൽ മരണം വരെ, അങ്ങനെയായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്ലീഡ് ചെയ്ത കൺസെപ്റ്റാണ്. ഇത് രോഗം ഉണ്ടാവുന്ന ഭർത്താവ് കാണിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങൾ, അതിൽ ഭാര്യ അയാളെ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട്, ഇതാണ് അതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അത്ര വലിയൊരു ടീമായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിന് സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒപ്പം എന്ന് പറയുന്ന ഒരു തെറാപ്പിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നാം, അതിനകത്ത് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ, അതായത് മേഘ കണ്ടിട്ടുണ്ടോ സീരീസ്? ഇല്ല, കണ്ടില്ല. അത് കണ്ടു നോക്കണം. അപ്പം അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാന സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ട്, അതായത് സംശയരോഗം
എന്ന് പറയുന്നത് അയാൾക്ക് ഇതേപോലെ ആ നായിക്കൊരു മറ്റൊരു കാമുകനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള് അയാളെ അപകടപ്പെടുത്താൻ വരെ അത്രയും സാധ്യതയുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഈ തെറാപ്പിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ നിർദ്ദേശിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് അതാ. രണ്ടാമത്തെ കാര്യം, വളരെ പെട്ടെന്ന്, അതായത് വളരെ പെട്ടെന്ന് ഇതിൽ നിന്നും ആ നായകൻ റിക്കവർ ആവുന്നതായിട്ട് കാണിക്കുന്നത് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഒരിക്കലും അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, ഒരിക്കലുമല്ല. പിന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മിസ്ലീഡ് അത് കൊടുത്തെന്താന്ന് വെച്ചാൽ അവരുടെ ടൈറ്റിലോട്ട് ബന്ധപ്പെട്ടതാ. അവർ പറയുന്ന കാര്യമുണ്ട്, ആ രോഗാവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയ നായിക കഥാപാത്രം നായകനോട് പറയുന്നുണ്ട്, നമുക്കിത് ഒരുമിച്ച് ഫേസ് ചെയ്യാം, ഞാൻ കൂടെ കാണും, അപ്പൊ ഇന്നു മുതൽ മരണം വരെ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, മാറുന്ന കാര്യമല്ല ഇത്. സ്നേഹത്തിന്റെ പേരില്, അതായത് സ്വയം ജീവൻ വരെ ഭീഷണിയുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ പെൺകുട്ടി. അപ്പോൾ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ലോങ് പ്രോസസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അയാളെ തിരിച്ചെത്തിക്കുക എന്നുള്ളത്. അപ്പൊ അത്രയും കാലം കൂടെ ജീവിക്കണം, ഇവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഒരു സേഫ് ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു തെറാപ്പിയോ ഈ ഒരു ചികിത്സ നടത്താൻ കഴിയൂ. പക്ഷെ അതിനകത്ത് അവർ പറയുന്നത് മറ്റൊരു രീതിയിലാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിന്നോണം. ഇതൊരു മിസ്ലീഡിങ് അല്ലേ? വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ കപ്പിളാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട്. അവർ 11 വർഷം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. 11 വർഷം കാത്തിരുന്ന് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അതിലൊരു ഒരു ഒരു നല്ലൊരു ലവ് എന്ന് പറയുന്ന കാര്യത്തിൽ ബേസ് ഉണ്ടാക്കി അവർ കരിയർ ബിൽഡ് ചെയ്ത് ഒരു ഫാക്ടറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ 11 വർഷം കാത്തിരുന്ന് ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യപ്പെടുന്നത് കണ്ട് ആ സ്ട്രഗിളിലൂടെ പോകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ കാര്യമാണ്. ഇപ്പോൾ പ്രണയം മാത്രം വെച്ച് ജീവിക്കാൻ പറ്റില്ല. ഒരു പോയിന്റിൽ എനിക്കിത് വർക്ക് ആവില്ല, ഞങ്ങൾ കരിയർ വൈസ് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ ആകില്ല എന്നൊരു തോട്ട് ഉണ്ടായി ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ഇതുപോലെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടണം. തീർച്ചയായും. പിന്നെ ഈ പറഞ്ഞ സ്വിച്ച് ഇട്ട പോലെ നിർത്തുന്ന ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫില് സ്ലീവ് അച്ചൻ, നമ്മുടെ ആസിഫ് അലി വൈഫിനെ അസോൾട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ആ പുള്ളി കാണിച്ച കാര്യങ്ങളോട് നമുക്ക് വളരെ വെറുപ്പ് തോന്നിയിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക്, അടുത്ത ഹാഫിലേക്ക് കയറുമ്പോൾ ഇതെല്ലാം മാറി മറിയുകയാണ്. പെട്ടെന്ന് ഈ പുള്ളി ഒരു മാറ്റം കാണിക്കുന്നു, അല്ലെങ്കിൽ പുള്ളി ഒരു വിശുദ്ധനാക്കി, ഒരു നന്മയുള്ള ഒരു നന്മമരമാക്കി കാണിക്കുന്ന ഒരു ടെൻഡൻസി ആ സിനിമയിലുണ്ട്. ഇതും അവിടെ ആപ്ലിക്കബിൾ ആണ്. ഒരാൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിലുള്ള ഒരു വലിയൊരു മോശപ്പെട്ട കാര്യം പെട്ടെന്ന് നല്ലതാക്കി കാണിക്കുമ്പോൾ ആൾക്കാരത് സ്വീകരിക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു 30-40 വയസ്സായ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ സ്വിച്ച് ഇട്ടതുപോലെ സംശയരോഗം മാറുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് മാറുകയോ ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കലി മാറുന്നൊരു കാര്യം മാത്രമാണ്. അതിപ്പോൾ സംശയരോഗം ആയിക്കോട്ടെ, ഈ ചെറുതായിട്ട് പറയുന്ന മൂഡ് സ്വിങ്സ്, അതുപോലുള്ള ADHD പോലുള്ള അസുഖങ്ങൾ, ബൈപ്പോളർ ഡിസോർഡർ പോലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം വെച്ച് ഞാൻ കൂടെ നിൽക്കാം, അത് മാറി വരട്ടെ എന്ന് ചിന്തിക്കുന്നത് വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതും ഈക്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നല്ല കാര്യം. നമുക്ക് ഇത് സംഭവം എന്താ പറയാ, നമുക്ക് ഇപ്പൊ സ്നേഹമുണ്ട്, നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് തന്നെ വേണമെന്നുണ്ടോ? അതായത് ഒരു സ്നേഹത്തിന്റെ പേരിൽ ഇപ്പൊ സംശയരോഗമുള്ള ഒരാൾ, അയാൾ അത്രയും ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സേഫ് ഡിസ്റ്റൻസ് എടുത്ത്, അതായത് സ്നേഹമല്ല എല്ലാം, നമ്മുടെ ഒരു സ്നേഹത്തിന് വേണ്ടി നമ്മുടെ എൻ്റെ ലൈഫ് മൊത്തം സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും അതിനെ സേഫ് ഡിസ്റ്റൻസ് എടുത്ത് അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം, കൂടെ നിൽക്കാം എന്നുള്ളതല്ലാതെ ഇപ്പൊ ഇന്ന് മുതൽ മരണം വരെ എന്ന് പറയുന്ന സീരീസിനകത്ത് കാണിക്കുന്ന കൂടെ നിന്ന് പരിചരിച്ച് കൊണ്ടുപോകുന്നുള്ളത് ലൈഫ് മൊത്തത്തിൽ ഡേഞ്ചർ ആക്കുക എന്നുള്ളത്, അത് ഒരിക്കലും ഒരു സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു മാസ് വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനൽ ഒരിക്കലും കൊടുക്കേണ്ട ഒരു കാര്യമല്ല അത്. കാരണം അതിനടിയിൽ വരുന്ന കമന്റ്സ് ആണ് അത് പറയുന്നത്. എൻ്റെ വൈഫ് ഇതേപോലെ ആയിരിക്കും, ഇങ്ങനെയാണ് ഇതേപോലെ ആയിരിക്കണം, ഈ പറഞ്ഞ പോലെ തന്നെ. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാർട്ട്ണറിന് ഈ പറഞ്ഞ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് പരമായ പ്രശ്നങ്ങളുണ്ട്, സംശയരോഗമല്ല മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പറഞ്ഞ BPD പോലുള്ള ഒരു അസുഖമായിക്കോട്ടെ.
എനിക്ക് ചിലപ്പോൾ ഈ മെന്റൽ ഹെൽത്ത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല എന്റെയും. ഈ പറയുന്ന എല്ലാ മനുഷ്യരും മെന്റലി ഭയങ്കര 100% ഏബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പാർട്ട്ണറിന്റെ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിലോ ഒരു ഫ്രണ്ട് ആയിട്ട് മാറി നിന്നുകൊണ്ട് പരിചരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് ആ പുള്ളിയെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് ഒരു ക്ലോഷർ കൊടുത്ത് മാറിയതിനു ശേഷം ലെറ്റ് ഇറ്റ് ബി. സ്പേസും കൂടെ എല്ലാവർക്കും ഉണ്ടാവണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ തുടങ്ങിയത് കുലസ്ത്രീകൾ നിന്നാണ്. ഇവർ ഈ റീലും ഇങ്ങനെയൊക്കെ ഒരുപാട്, പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ അടിമയായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ എന്നുള്ള കാഴ്ചപ്പാടിനോട് അനുകൂലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വ്യൂവർഷിപ്പ് കൂടി വരുന്ന സമയത്ത് ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴും നമുക്ക് എന്റെ അന്നത്തെ സ്റ്റേറ്റ് ഇതായിരുന്നു, ഇന്നത്തെ സ്റ്റേറ്റ് ഒരിക്കലും നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇത് കണ്ടുപിടണം. അതായത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, ഇതാണ് സത്യസന്ധമായ ലോകം, ഇതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം, ഇത് നല്ലതല്ല, ഇവള് കാണിക്കുന്നത് നല്ലതല്ല, ഇങ്ങനെ തോന്നലുണ്ടായ ഇത് പരസ്പരമുള്ള വാക്കുതർക്കങ്ങളാവും കാര്യങ്ങളാവും, കുടുംബജീവിതത്തിൽ പോരായ്മകളുണ്ടാവും. ഇത് കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് തിങ്ക് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല. അവർ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക. ഈ ശരിക്കും പറഞ്ഞ ഈ വിർച്വൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. ഇതിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. സംഭവം എന്താ, ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു. നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ച എത്ര എത്തിയിട്ടില്ല. നമ്മുടെ ടെക്നോളജിക്ക് എത്ര ആ ഫാസ്റ്റ് നമ്മുടെ മനസ്സിന് വന്നിട്ടില്ല. അതിനനുസരിച്ച് ഇത് റീലാണ്, ഇത് ഒരിക്കലും റിയലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടേതായ ചിന്തകളും കാര്യങ്ങളും ഇത് വേർതിരിച്ച് കാണാനുള്ള ഒരു പക്വത ഇതായിരിക്കും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അതെ അതെ അതെ. ഇതുപോലെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലെ എസ്തെറ്റിക്കലി ജീവിക്കുന്ന ഇത്രയും ജോലികൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഈ പറയുന്ന പോലെ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇത് പ്രിവിലേജ് അല്ലല്ലോ, ഇത് ബേസിക് അല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പലർക്കും വളരെ ബേസിക് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ഇടാൻ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് ബേസിക് ആണെന്നാണ് എൻ്റെ തോട്ട്. പക്ഷെ അതുപോലും ഇല്ലാത്ത മനുഷ്യരുണ്ടാകും, സ്വന്തം ഫോട്ടോ പോലും ഇടാൻ പറ്റാത്ത മനുഷ്യരുണ്ടാകും, സ്ത്രീകളുണ്ടാകും. അപ്പൊ ഇതിനെ ഒന്ന് ഇക്വേറ്റ് ഉണ്ട്. ഈ പറഞ്ഞ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു സ്പേസിൽ കാണുന്ന ആൾക്കാരെ ഇതാണ് ജീവിതം, ഇങ്ങനെ ആവണം ജീവിതം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു. ഒരാൾ നന്നായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ അടിപൊളി ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് മനുഷ്യരാണെങ്കിൽ ചിന്തിച്ചു പോകും. അതിൽ തെറ്റില്ല. പക്ഷെ അതിൽ സ്വയം ഗിൽറ്റ് എടുത്ത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു പ്രശ്നം. ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റീലുകളിൽ നിന്നും അത് റീലായിട്ട് മാത്രം കണ്ട്, ഒരു കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് മാത്രം കണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുള്ളത്.